ഇനി നമുക്ക് പറയാനുള്ളത് ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് മിസ് എടുത്തിട്ടുണ്ടാവും. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, എത്രത്തോളം ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നു, അതിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളൂ, അതെങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ അതിൻ്റെ കോമ്പൗണ്ട്സുകൾ നിങ്ങൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. അഥവാ ഫസ്റ്റ് നമ്മൾ കോമ്പോണൻസ് ആയിട്ട് ഇത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അഥവാ ബിസിനസ്സിൻ്റെ സെയിൽസിലൂടെ എന്താണോ ഒറിജിനലി ബിസിനസ് ചെയ്യുന്നത് അതിലൂടെ എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കി, അതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബിസിനസ് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ബിസിനസ് ലോണൊക്കെ കൊടുത്തിട്ട് എത്രത്തോളം ഉണ്ടാക്കി, അതാണ് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇൻക്രീസിങ് ഓർ ഡിക്രീസ് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിങ്ങിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാഷ് ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്താൽ അത് മൈനസ് ഫിഗർ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിലൂടെ ബിസിനസ് ഉണ്ടാക്കിയിട്ടുള്ള ക്യാഷാണ് ഫസ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 5 ലക്ഷം രൂപ അല്ലേ ബിസിനസ്സിൻ്റെ സെയിലിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാഷാണ്. എന്നാൽ സപ്ലയേഴ്സിന് ഇതിൽ നിന്ന് നമുക്ക് ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, അതായത് ഇതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 3 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം കൊടുക്കേണ്ടി വരുന്നു. ഒറിജിനലി അതിൽ 5 ലക്ഷം ഓപ്പറേറ്റിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുത്ത് 4 ലക്ഷം നമ്മുടെ ചിലവാണ്. അപ്പോൾ ബാക്കി നമുക്ക് എത്രയാണ്? ഓപ്പറേറ്റിങ്ങിലൂടെ ഉണ്ടാക്കിയ ഒറിജിനൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ദെൻ പിന്നീട് നമ്മൾ പറയുമ്പോൾ രണ്ടാമത്തെ കോമ്പോണൻസ് ആയിട്ട് ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റി എഴുതുന്നു, പിന്നെ ഷോർട്ട് ടേം, അതേപോലെ തന്നെയുള്ള ഒരു ഇതിൽ 3 കോമ്പോണൻസുകളാണത്. ഓക്കെ, അതിൽ രണ്ടാമത്തെ കോമ്പോണൻസ് ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സെക്യൂരിറ്റി വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ട് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ക്യാഷ് സ്പെൻഡ് ഓൺ ന്യൂ എക്യുപ്മെൻറ്റ്, ഒരു പുതിയ എക്യുപ്മെൻറ്റിലാണ് ക്യാഷ് ചിലവാക്കിയത്. അതുകൊണ്ടാണ് ചിലവാക്കുന്നതിനെ നമ്മൾ മൈനസ് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മൈനസ് എന്നുള്ളതാണ് മീനിങ്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം സെല്ലിംഗ് ഓൾഡ് വെഹിക്കിൾ, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മെഷീനിലാണ്. മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ പഴയൊരു മെഷീൻ വിറ്റപ്പോൾ നമുക്ക് 5,000 രൂപ ഇൻകം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ മൈനസ് ബാലൻസ് ആണുള്ളത്, 45,000 രൂപ മൈനസ് ആണുള്ളത്. ദെൻ പിന്നീട് പറയാനുള്ളത് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലൂടെ എത്രയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കോമ്പൗണ്ട്സുകൾ മിസ് എന്തായാലും നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇവിടെ ഫിനാൻസിങ്ങിലൂടെ ലോണ് റിസീവ് ചെയ്തത് 60,000, എന്നാൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് 10,000. ഓക്കെ, 50,000 ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പ്രോഫിറ്റും ഇവിടെ ഒരേ സൈഡിൽ തന്നെ ഓരോ ഐറ്റത്തിലും നമ്മൾ എഴുതുന്ന ഇൻകം എഴുതുന്നുണ്ട്, എക്സ്പെൻസ് എഴുതുന്നുണ്ട്. ഈ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുള്ള പോർഷനെയാണ് നെറ്റ് എന്ന് പറയുന്നത്. ഓരോ കോമ്പോണൻസിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിൽ നമുക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റാണ്. പിന്നെ നമുക്ക് 45,000 രൂപ നമുക്ക് മൈനസ് ബാലൻസ് ആണ്. ദെൻ പിന്നെ 50,000 രൂപ നമുക്ക് എന്താണ് പ്രോഫിറ്റാണെന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? ഇതിൻ്റെ നെറ്റ് ഒറിജിനൽ എമൗണ്ട് കിട്ടുന്നത്. 1 ലക്ഷത്തിൽ നിന്ന് 45,000 മൈനസ് ചെയ്യുന്നു. 55,000. 1 ലക്ഷത്തിൽ നിന്ന് 45,000 മൈനസ് ചെയ്യുമ്പോൾ 55,000, പിന്നെ 50,000. ഓക്കെ, അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക.
ഇനി നമുക്ക് എടുക്കാനുള്ള വേറൊരു നമ്മൾ പറയാത്തൊരു കാര്യമാണ് ടാക്സ് എഫിഷ്യൻസി റേഷ്യോ. ടാക്സ് എഫിഷ്യൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ. വെരി സിമ്പിൾ ഇക്വേഷനാണ്. അതിൽ നമുക്ക് രണ്ട് കോമ്പോണൻസ്, ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട്. ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാലോ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട്, അല്ലേ? സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ആൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ഇൻ 2 ഡിഫറെൻറ്റ് ഫണ്ട്. രണ്ട് ഫണ്ടിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഫണ്ട് എ ബിഫോർ ടാക്സ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക്? 10,000. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25% ആണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അഥവാ ഇനി നമുക്ക് ആഫ്റ്റർ ടാക്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 10,000ൽ നിന്ന് ഇപ്പോൾ രണ്ട് കോമ്പോണൻറ്റ്സ് ആണല്ലോ നിങ്ങൾക്ക് ടാക്സ് എഫിഷ്യൻസി ചെയ്യാൻ വേണ്ടത്, ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് ആഫ്റ്റർ ടാക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10,000ൽ നിന്ന് ഇതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. അഥവാ 2,500 രൂപ, അല്ലേ? 2,500 രൂപ. ഈ 2,500 രൂപ ഈ 10,000ൽ നിന്ന് മൈനസ് ചെയ്താൽ 2,500 രൂപ മൈനസ് ചെയ്താൽ 7,500 രൂപ കിട്ടും. 7,500 രൂപ. ഇതാണെന്ത്? ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി. ഓക്കെ, ഇവിടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് കുറച്ചിട്ട്, ഓക്കെ, 10,000ൻ്റെ 25% ടാക്സ് ആണെന്ന് പറയുമ്പോൾ എത്രയാണ്? 2,500 രൂപ. അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 7,500 രൂപ. ഈ 7,500 രൂപ എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ടാക്സ്. ബിഫോർ ടാക്സ് എത്രയാണ്? 10,000. രണ്ടാമത്തെ കേസിൽ നിങ്ങളെടുത്ത് എന്താ പറയുന്നത്? രണ്ടാമത്തെ കേസിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? കേസ് 2 15%, അല്ലേ? അപ്പോൾ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 10,000ൻ്റെ 15%, അഥവാ 1,500 രൂപ വരും. അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇതിനെ നമ്മൾ എന്ത് പറയും? ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കും. എന്നിട്ട് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ടാക്സ്. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി.